എന്നമ്മോ എൻ്റെ പാട്ടെങ്ങനെ ഉണ്ടായിരുന്നു? സത്യം പറയണോ കള്ളം പറയണോ? ധൈര്യമായിട്ട് സൂപ്പറായിരുന്നു എന്നുള്ള സത്യം ഇങ്ങോട്ട് പറ. ഉണ്ടാണ് നമ്മളെ മമ്മി പോലും സഹിക്കില്ല. ഓ പിന്നെ ഒന്ന് പോയത്. ഹായ് കാൻഡീൻ, ഞാൻ വീട്ടിൽ എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചിട്ട് വരാം. നീ വരുന്നില്ലേ? ഞാൻ ഇല്ല, നീ പോയി വാങ്ങിട്ട് എന്നപ്പ വരാം. ഇതിലിപ്പോ ഞാൻ എന്താ വാങ്ങാ? എല്ലാം കൂടി വാരിയിട്ട് ഓടിയാലോ? വാരിയിട്ടോടാണ് ഇവിടത്തെ ഒരു കള്ളത്തെയാണ്. ഇനി ശരിക്കും ഇതെല്ലാം വാരിയിട്ട് ഓടുവോ? നമ്മളെ കണ്ടിട്ടൊരു കള്ളത്തിലൊന്നും ഇല്ലല്ലോ. ഇതിലിപ്പോ ഏതാ മേടിക്ക? പഴംപൊരി മേടിച്ചാലോ? പഴംപൊരിയോ? ഇവളാതാ ഈ പഴംപൊരി ഇതുവരെ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. ചേട്ടാ 2 പഴംപൊരി. ഭാഗ്യം ഒരു തേങ്ങ കൊണ്ടുപോയില്ല. അപ്പാ നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. കിട്ടിയോ? ഞാൻ പഴംപൊരി മേടിച്ചു. എന്താ മേടിച്ചിട്ടുണ്ട്? കഴിച്ചോ. വാ ക്ലാസ്സിൽ പോവാ. ബോറടിക്കുന്നു. ഇതെപ്പോഴാ തീരാ? ഒരു അരമണിക്കൂറും കൂടി ഉണ്ടാവുമായിരിക്കും. ഇനി അരമണിക്കൂറോ? ക്ലാസ് കഴിഞ്ഞ് വാ വീട്ടിൽ പോവാ. വാ, ഇനി അടുത്ത വള്ളിയൊന്നും പിടിക്കാമല്ലോ, വേഗം വീട്ടിൽ പോവാ. നിന്റെ കുറച്ചിട്ടാട്ടൊന്നും ഞാൻ 24 മണിക്കൂർ വള്ളിയും പിടിച്ച് നടക്കാന്ന്. പിന്നല്ലാണ്ട് ഒന്ന് കഴിഞ്ഞ ഒന്നെന്നുള്ള രീതിക്ക് നീ കൊറോണ കൊണ്ടുവരുന്നുണ്ടല്ലോ. മതി വാ, ഇനി വീട്ടിൽ പോയിട്ട് അടി ഉണ്ടാക്കാം. ഞാൻ പോകുന്നതിന് മുന്നേ എനിക്ക് രാവിലെ വാങ്ങിയ പഴംപൊരി ഒന്നും കൂടി മേടിക്കണം. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എന്നാ ശരി, ഞാൻ ഇവിടെ എത്താം. ഞാൻ ഓടിപ്പോയി മേടിച്ചിട്ട് വേഗം വരാം. ഇപ്പൊ വരാ പറഞ്ഞു പോയി. ആദ്യം അവിടെ ഇവരെന്നെ നിർത്തി പോസ്റ്റാക്കുന്ന പരിപാടി ഇതുവരെ നിർത്തിയില്ലേ. ഇതാരാ? കള്ളാലോ, ഇവളേതാ? പേര് വെച്ചാലോ നാണക്കേടാവൂ. എന്താ മനയിലേനി ആകെ മൊത്തം കിളി പോയാലോ നിൽക്കുന്നത്? എടാ, ഒരു പെണ്ണ് എനിക്ക് ക്രഷ് അടിച്ചടാ. പെണ്ണോ? എവിടെ? പിന്നെ വേറൊരു കാര്യമുണ്ട്. പെണ്ണൊക്കെ അവിടെ നിൽക്കട്ടെ, ഇന്നും കൂടി ആ റെക്കോർഡ് സൈൻ ഇട്ടിരുന്നാണ് ആമിസ് പറഞ്ഞത്. നീ മര്യാദയ്ക്ക് കൊണ്ടാക്കാൻ നോക്കിയോ? റെക്കോർഡൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ഇനി ഇവിടെ തൂക്കാൻ നോക്കട്ടെ. എവിടെ പോയി? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ കാട്ടുഹേനിയുടെ കൂടെ ഞാൻ തോറ്റു. ഇനി ഏത് പെണ്ണെ കണ്ടാലും ക്രഷാണല്ലോ. എന്നാലും അവളവിടെ പോയി. എടി വാ പോവാ, പഴംപൊരി. ഓരെന്താ ഞങ്ങൾക്ക് വരാണ്ട് വേറെ ഉള്ളവർക്ക് കൊടുത്തത്? ഞങ്ങൾ അടിപൊളിയായിട്ടല്ലേ ചെയ്യുന്നത്? എന്റെ പൊന്നു മോനെ, നീ ഇങ്ങനെ ഇരുന്ന് പട്ടി മോങ്ങണവര് മോങ്ങല്ലേ. കാണുമ്പോ മമ്മിക്ക് ചിരി വരുന്നു. മമ്മിക്ക് തമാശ, എന്റെ വിഷമം എനിക്കല്ലേ അറിയുള്ളൂ. എടാ, നീ ഇങ്ങനെ വാ പൊളന്ന് കരയല്ലേ. യൂങ്കി ഇരിക്കും നോക്കിയേ, എന്നെ സമാധാനത്തിൽ അവിടെ ഇരിക്കുന്നേ. അതുപോലെ അങ്ങ് ഇരിക്കേ. അല്ല മോളെ, പറഞ്ഞ പോലെ നിനക്ക് വിഷമമൊന്നുമില്ലേ? പോവാനുള്ളത് എന്തായാലും പോയില്ലേ. ഇല്ലെങ്കിൽ ഇയാളെ കൊണ്ട് പോയാൽ കിട്ടുന്നൊന്നും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവനാ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് പോയതാ. ഇത് ശരിയായിരുന്നു കേട്ടോ. ഇവനത് ഇട്ട് കാണാൻ നല്ല കോമഡി ഉണ്ടായിരുന്നു. മമ്മി, ഞങ്ങള് വന്നു. ഇവനെന്തിനാ കരയുന്നേ? മമ്മി പുതിയ ഡിഷ് ഞാൻ പരീക്ഷിച്ച. ഇല്ലടി, ഇന്നലെ അവന്റെ പെങ്ങളുണ്ടാക്കി വെച്ച തിന്നതാ. ഹേ മിസ് ജീനി, വന്നു കയറിയപ്പോ തന്നെ കച്ചറ തുടങ്ങാനാണോ നിങ്ങളുടെ പരിപാടി? ആണെങ്കിൽ ഞാൻ തയ്യാർ. അയ്യോ തുടങ്ങല്ലേ, എനിക്കിത് സഹിക്കാൻ വയ്യേ. അതൊക്കെ വിടി, ഇവനെന്തിനാ കരയുന്നേ? ഒന്നും പറയണ്ടടി, ഞാനും നിന്റെ ഏട്ടനും രാവിലെ ഇവിടെ നിന്ന് കെട്ടിയൊരുങ്ങി പോയില്ലേ, ഞങ്ങൾ അതിന് പൊട്ടി. ആദ്യമായിട്ടാ പൊട്ടിയെന്ന് ഒരാൾ ഇത്ര സന്തോഷത്തോട് പറയുന്നേക്കുന്നേ. സത്യം, പൊട്ടിയാലും നിങ്ങൾക്ക് ഒരു വിഷമല്ല മോളെ. വിഷമിച്ചിട്ട് എന്താ കാര്യം? ഞാൻ അവിടെ പോയി ചെന്ന് കാണിച്ചാൽ അവര് നമ്മൾ 2 തല്ലും കൂടി തന്നു വിടേണ്ടതായിരുന്നു. ഇപ്പൊ അതൊന്നും കിട്ടിയില്ലല്ലോ. ഇങ്ങനെ ഇവിടെ നിന്ന് കരയട്ടെ. നിങ്ങൾ വാ പിള്ളേരെ, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്തുതരാം. ചേച്ചി, നല്ല വിശപ്പുണ്ട്, വാ നമുക്ക് പോയി കഴിക്കാം. അപ്പൊ ഞങ്ങള് പൊട്ടി. എനിക്ക് വാടാൻ പറ്റും. എന്റെ വിഷമത്തിനോട് പുല്ല് വിലയാണല്ലോ. എന്നാലും നമ്മളറിയാത്തൊരു പെണ്ണ് ഏതാടാ ഈ കോളേജില്? ഇവനത് വിട്ടില്ലേ? നിനക്ക് ഈ കോളേജിലത്തെ എല്ലാവരും അറിയോ? പിന്നെയല്ലേ, ഇവിടുത്തെ എല്ലാവരും എനിക്കറിയാം. നാളെ മാത്സ് മിസ്സിന്റെ പേരെന്താ? തൂക്കിയല്ലോ. അത് വിടാ, നീ വിഷയം മാറ്റില്ലേ. അതാ എനിക്ക് ശരിക്കും അവൾ അത്ര ഇഷ്ടമായിരുന്നു.
ഓ യു മീൻ ട്രൂ ലവ്? യെസ് ഓഫ് കോഴ്സ്. എനിക്ക് അവളെ ഒന്ന് കണ്ടുപിടിച്ച് താടാ പ്ലീസ്. ഇതുവരെ മുഖം പോലും കാണാത്തൊരു പെണ്ണിനെ ഞാൻ ആരെന്ന് പറഞ്ഞു പോയി തപ്പാനാടാ. മുഖം മുഖം എൻ്റെ മനസ്സിലുണ്ട്. നിന്റെ പേര് ഹനുമാൻ എന്നല്ലല്ലോ, മനസ്സ് കീറി എനിക്ക് മുഖം കാണിച്ചത്. അതല്ല, പിന്നെ എങ്ങനെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് താടാ പ്ലീസ്. നീ ഇന്ന് എന്തെങ്കിലും അടയാളം പറ, അടയാളം വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അടയാളം നല്ല മുടി, പെണ്ണുങ്ങളൊക്കെ കയ്യിലിടുന്ന പോലത്തെ സാധനം ഇട്ടിട്ടുണ്ട്. പിന്നെ കാണുമ്പോൾ നല്ല ക്യൂട്ടാണ്. നല്ല അടയാളം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എടാ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, നാളെ നമുക്ക് കോളേജിൽ പോയിട്ട് തപ്പി കണ്ടുപിടിക്കാം. ആ എന്നാ അങ്ങനെ ചെയ്യാം. അല്ല നമ്മളിപ്പോൾ അവളെ കണ്ടുപിടിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, അവളിപ്പോൾ കമ്മിറ്റഡ് ആണല്ലോ. കമ്മിറ്റഡോ? കമ്മിറ്റഡ് ആയിരിക്കും ഇനി? ചാൻസ് ഇല്ല. അഥവാ ഇനിയിപ്പോൾ അവള് കമ്മിറ്റഡ് അല്ലെങ്കിലും നിന്റെ ഈ മൊയലിന്റെ പോലത്തെ മോന്തിയും കൈ നിറച്ചുള്ള ടാറ്റോ ഒക്കെ ഉണ്ട് അവള് വീഴുന്നത് നിന്റെ വിചാരം? ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ബനാന മിൽക്ക് ബോയ്. അയ്യാ, നീ കണ്ടുപിടിച്ച് തന്നാ മതി. വളക്കില് ഞാൻ വളച്ചോ. നീ വളച്ചോ, പക്ഷെ ഒടിക്കരുത്. ഇനിയറ്റം അവള് കമ്മിറ്റഡ് ആയിരിക്കുമോ? മിക്കവാറും. ഇനിയിപ്പോ ചിലപ്പം അവളെ കല്യാണം കഴിഞ്ഞിണ്ടാവോ? നീച്ചപ്പോടെ ശവമേ, എന്താ തേങ്ങയ്ക്കാ പറയണേ? അതല്ല, അതൊക്കെ ഇപ്പത്തെ ഒരു ട്രെൻഡാണ്. ഈ വെക്കേഷൻ സമയത്ത് ഈ കല്യാണം കഴിക്കുക, അടുത്ത വെക്കേഷന് കുട്ടികളുണ്ടാവുക. ഞാൻ അങ്ങനെ ഒരു ഇതിൽ പറഞ്ഞതാണ്, അല്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അവളെ കണ്ടാലേ അറിയാം അവളൊരു പാവം കുട്ടിയാ. എന്താ മനസ്സിലാ നിങ്ങളെ മോന്ത ബാലിച്ച് ഒരുമിച്ച് കുത്തിയ മാതിരി ഇരിക്കുന്നത്? ഒന്നില്ല, വാഴാറ്റോ കണ്ട് അമിതമായ സഹോദര സ്നേഹം കാരണം അവൻ എന്ന് ഫോൺ വിളിച്ചതാ. ചെങ്ങായി ആ സ്ഥലത്തിന്റെ ഷെയർ വെച്ച് പിന്നെയും കൊടുക്കായിരുന്നില്ലേ? ഞാൻ എന്തെടുത്തിട്ട് കൊടുക്കാനാണ്? എന്റെ കയ്യിൽ എന്തിരിക്കുന്നു കൊടുക്കാൻ വേണ്ടിട്ട്? ഒന്നുമില്ലല്ലോ, എന്നാ പിന്നെ അത് വീട്ടെ. ഈ തണ്ണിമത്തെടുത്ത് കഴിച്ചേ. ഓ ഇനി കുറച്ചേരം കഴിച്ചിരിക്കാം. ഓ ഇവിടെ നിൽക്കണോ? ഹായ് വത്തക്ക, ഒരു കടി തരുമോ പപ്പ? ഞാനല്ലാതെ പിന്നെ ആര്? എന്റെ പത്തക്ക ചമ്മട്ട് മതിയില്ലേ? പൊടി പൊടി, എന്റെ പിള്ളേരല്ലേ, കഴിച്ചോട്ടെ. ഒരു മക്കൾ പാസം. എന്താ ഇവിടെ ഇരിക്കുന്നേ? പൊട്ടി പാളീസായ സന്തോഷത്തിലിരിക്കും. ഇനി മേലെ അങ്ങനെ അടുത്ത ഞാൻ ജയിച്ചിട്ട് തിരിച്ചു വരും. കേട്ടിട്ടുണ്ട്, കുറെ കേട്ടിട്ടുണ്ട്. എന്തിനാ പപ്പ കരയുന്നേ? അത് പിന്നെ